ഇന്നലെ തീർത്തത്, ഇന്നലെ നമുക്ക് റിസീവ് ചെയ്ത 104 ഐറ്റംസാണ് ഇന്നലെ എത്തിയത്. അതിൽ 50 നമ്മൾ തീർത്തു. ഇന്നും അതേപോലെ തന്നെ ക്രമാതീതമായിട്ട് ഐറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും വരുന്ന പമ്പ് സെറ്റുകളാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ 60ഓളം പമ്പ് സെറ്റുകൾ തീർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ടെക്നീഷ്യൻസ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന വിദഗ്ധര ടെക്നീഷ്യൻസാണ് നമുക്കുള്ളത്. എന്നാലും നമുക്ക് കഴിവിൻ്റെ പരമാവധി ചെയ്യുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നത്തേക്ക് നമ്മൾ ഈ ഒരു ഇനിയുള്ള പമ്പുകൾ സ്വീകരിക്കുന്നത് മറ്റും അതുപോലെ നമ്മൾ മൊത്തം ചെയ്യുന്നത് ഫാന്, മിക്സി, ഗ്യാസ് സ്റ്റൗവ്, പമ്പ് സെറ്റുകളാണ്. വെള്ളപ്പൊക്കത്തിന് ശേഷം പല വീടുകളിലെയും പല ഗൃഹോപകരണങ്ങളെല്ലാം തന്നെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള കംപ്ലൈൻറ്റുകളെല്ലാം തന്നെ പരിഹരിച്ചു കൊടുക്കാനായിട്ട് ഒരു സൗജന്യ വർക്ക്ഷോപ്പാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഇത് വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ വിസ്ഡം യൂത്ത് നടത്തുന്ന ഒരു സൗജന്യ വർക്ക്ഷോപ്പാണ്. ഈ ഓഗസ്റ്റ് 4, 5 തീയതികളിൽ ആയിട്ടാണ്, ഈ 3 ദിവസത്തിലായിട്ടാണ് ഇത്തരത്തിൽ ഒരു ക്യാമ്പ് ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഈരാറ്റുപേട്ടയിലാണ് ഈ ക്യാമ്പുള്ളത്. നമുക്കൊന്ന് അകത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് വന്നിട്ടാണ് ഈ പല ഉപകരണങ്ങളും ഇത്തരത്തിൽ കേടായത് നന്നാക്കി റെഡിയാക്കി കൊടുക്കുന്നത്. വെള്ളം കയറി അത്തരത്തിൽ നശിച്ചു പോയ പല ഉപകരണങ്ങളും ഈ പിന്നിൽ ഈ കാണാം. മിക്സി ഉണ്ട്, ഫാനുണ്ട്, അത്തരത്തിൽ പല മോട്ടറുകൾ, അങ്ങനെ കംപ്ലൈൻ്റ് ആയ പല വസ്തുക്കളും ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ സൗജന്യമായി ഇത് ചെയ്തു കൊടുക്കുന്നതാണ്. 3 ദിവസത്തേക്കാണ് ഈ ക്യാമ്പ് ഇവിടെ ഇങ്ങനെ നടത്തുന്നത്. ഏതായാലും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഇവിടെ എത്തി അവർ ഈ സൗജന്യമായുള്ളൊരു സേവനം നൽകുകയാണ്. വിസ്ഡം യൂത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു ക്യാമ്പ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളും കാണാം. ഫാൻ ഉൾപ്പെടെ, മോട്ടോർ ഉൾപ്പെടെ പലതും ഈ ഭാഗത്ത് ഇത്തരത്തിൽ ഉണ്ട്. നമുക്കേതായാലും ഇത് സംഘാടകരോട് ചോദിക്കാം. ഇത് ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പം എത്ര നമുക്ക് ശരിയാക്കി കൊടുക്കാൻ നമുക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട്? നമ്മൾ ഇന്നലെ തീർത്തത്, ഇന്നലെ നമുക്ക് റിസീവ് ചെയ്ത 104 ഐറ്റംസാണ് ഇന്നലെ എത്തിയത്. അതിൽ 50 നമ്മൾ തീർത്തു. ഇന്നും അതേപോലെ തന്നെ ക്രമാതീതമായിട്ട് ഐറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും വരുന്ന പമ്പ് സെറ്റുകളാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ 60ഓളം പമ്പ് സെറ്റുകൾ തീർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ടെക്നീഷ്യൻസ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന വിദഗ്ധര ടെക്നീഷ്യൻസാണ് നമുക്കുള്ളത്. എന്നാലും നമുക്ക് കഴിവിൻ്റെ പരമാവധി ചെയ്യുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നത്തേക്ക് നമ്മൾ ഈ ഒരു ഇനിയുള്ള പമ്പുകൾ സ്വീകരിക്കുന്നത് മറ്റും അതുപോലെ നമ്മൾ മൊത്തം ചെയ്യുന്നത് ഫാന്, മിക്സി, ഗ്യാസ് സ്റ്റൗവ്, പമ്പ് സെറ്റുകളാണ്. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് തീർക്കാൻ പറ്റാവുന്ന മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ളത് എടുക്കുന്ന തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. നാളെ മുതൽ കൂടുതൽ ടെക്നീഷ്യൻസ് പല സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അവരുടെ അവൈലബിലിറ്റി ഉറപ്പാക്കിയ ശേഷം നമ്മൾ വീണ്ടും സാധനങ്ങൾ എടുത്തു തുടങ്ങുന്നതാണ്. ഏതായാലും ഈ ഒരു പ്രോഗ്രാം, ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത ഈ പ്രോഗ്രാം, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ യുവ ഘടകം നടത്തുന്ന ഈ ഒരു ക്യാമ്പ് ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. ഇന്ന് നാളെയും മറ്റന്നാളും കൊണ്ട് അവസാനിക്കുന്നതാണ്. അപ്പോൾ നാളത്തെ കൊണ്ട് നമുക്ക് തീർക്കാവുന്നതിൻ്റെ പരമാവധി വസ്തുക്കൾ, ഉപകരണങ്ങൾ തീർത്ത് കൊടുക്കുന്നതായിരിക്കും. ഇതിപ്പം കൂടുതൽ സാധനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് നാളെ കൊണ്ട് തീരുമോ? നമുക്ക് ഇനിയും ആളുകൾ ഇങ്ങനെ വരുമല്ലേ, ആവശ്യക്കാരെ നമുക്കങ്ങനെ ഒഴിവാക്കാനും പറ്റില്ല. ഏതായാലും ഈ ഒരു നാശനഷ്ടം നടക്കാക്കിയാൽ ഈ പേട്ടയിലുള്ള എല്ലാ ഉപകരണങ്ങളും 100% നന്നാക്കി കൊടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. മാസങ്ങളോളം പണിയെടുത്താൽ തീരാത്ത അത്രയും ഉപകരണങ്ങളാണ് വീടുകളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിവിൻ്റെ പരമാവധി നമുക്ക് എത്രയാണോ സാധിക്കുക അത്രയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥയിൽ നാടിനോടൊപ്പം നിൽക്കുക, നാട്ടുകാരോടൊപ്പം നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കഴിവിൻ്റെ പരമാവധി നമ്മൾ തീർക്കുന്നതാണ്. ഇവിടെ വന്നിട്ടുള്ള ടെക്നീഷ്യൻസ് ഇന്നലെ രാത്രി 10 മണി വരെയോളം വർക്ക് ചെയ്തു. രാവിലെ 8 മണിക്ക് തുടങ്ങിയ പണി 10 മണിക്ക് തീർത്തു. പ്രവർത്തകരും ഈ ടെക്നീഷ്യൻസ് പറഞ്ഞാൽ അവർ പ്രവർത്തകർ തന്നെയാണ്. മറ്റു മേഖലകളിലുള്ള വിസ്ഡത്തിൻ്റെ പ്രവർത്തകർ തന്നെയാണ് ഇവരും. തീർച്ചയായിട്ടും നാടിനൊപ്പം നിൽക്കുക എന്നുള്ള ആ ഒരു ആഹ്വാനത്തോടുകൂടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. നമുക്ക് ഇത് വേറെ എവിടെയൊക്കെ ക്യാമ്പ് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്? ഞങ്ങൾ ഈ ഈരാറ്റുപേട്ടയുടെ 2 വാർഡുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തെക്കേക്കരയിലും നടക്കലും, ഇതിനു മുമ്പ് കവളപ്പാറയിലും കൂട്ടിക്കലും. പ്രളയങ്ങൾ നടന്ന മിക്ക സ്ഥലങ്ങളിലും വിസ്ഡം യൂത്തിൻ്റെ മുഴുവൻ പ്രവർത്തകരും പങ്കെടുത്ത പ്രോഗ്രാമുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതുമാതിരി അവിടെയും നമ്മൾ മറ്റൊരു ആരും ചെയ്യാത്ത രീതിയിൽ ഞങ്ങളാണ് ആദ്യമായി ഈ മോട്ടർ ഹൗസ് ഹോൾഡേഴ്സ് ഐറ്റംസ് മുഴുവൻ റിപ്പയർ ചെയ്യുന്നൊരു പ്രോഗ്രാമായിട്ട് വന്ന് ഏതാണ്ട് ഇന്നലെ 40ഓളം മെക്കാനിക്സ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാതെ ഇനിയും പലരും വരാനുണ്ടെന്നും നാളായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ ഈരാറ്റുപേട്ടയിലെ 28 കൗൺസിലർമാരും ഞങ്ങളോടൊപ്പം ഉണ്ട്. എല്ലാവരുടെയും സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളിത് പൂർണ്ണമായിട്ടും ഇതിൻ്റെ വർക്ക് ചെയ്ത് ഇൻഷാല്ലാ എല്ലാവരും റിപ്പയർ ചെയ്ത് കൊടുക്കാനും തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വിസ്ഡം പ്രവർത്തകരിലാണ്. ഞാൻ വിസ്ഡം ജില്ലാ കോർഡിനേറ്ററാണ്.
തീർച്ചയായിട്ടും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം എന്തുമാത്രം സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു എന്നുള്ളത്. ഇതെല്ലാം തന്നെ പല ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിലയ്ക്കാതെ ഇങ്ങനെ ആളുകൾ സാധനം കൊണ്ട് വരികയാണ്. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഈ വിശ്വത്തിൻ്റെ പ്രവർത്തകർ തന്നെയാണ്. അവർ തന്നെ ഉള്ള സ്കിൽഡ് ആയിട്ടുള്ള ആ ടെക്നീഷ്യൻസ് ഇവിടെ എത്തി ഇത്തരത്തിൽ പലതും ഇങ്ങനെ ശരിയാക്കി കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഒരു വലിയ ദൗത്യം അല്ലെങ്കിൽ ഒരു വലിയ സേവനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം പല വീടുകളിലും ഇത്തരത്തിൽ പല സാധനങ്ങളും വെള്ളം കയറി നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന തരത്തിലേക്ക് ഈ പ്രവർത്തനം ഈ ക്യാമ്പ് ഇവിടെ നടത്തിക്കൊണ്ട് പോവുകയാണ്. ഏതായാലും ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാം. മിക്സി ഉൾപ്പെടെ ഉള്ള പലതും പല വീടുകൾക്കും പ്രധാനമായും ആവശ്യമുള്ള പല സാധനങ്ങളുമാണ് ഇപ്പോൾ ഈ വെള്ളം കയറി നശിച്ചത്. അതെല്ലാം തന്നെ ശരിയാക്കി കൊടുക്കുന്ന ഒരു വലിയ പ്രവർത്തനത്തിലേക്കാണ് ഈ ഈരാറ്റുപേട്ടയുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു ക്യാമ്പ് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.